Dear students, today we are going to discuss about the joint product and co-products and apportionment of joint cost incurred in case of joint products. Okay, so what is joint product? Joint product means when two or more products of equal importance simultaneously produced from a single raw material from a common process, they are called joint products. എന്താ പറയുന്നത്? Joint product means when two or more product of equal importance, എന്താ പറയുന്നത്, രണ്ടോ അതിലധികമോ പ്രോഡക്ട്സ് അല്ലേ, ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ്, ഒരുപോലെ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ടോ അതിലധികമോ പ്രോഡക്ട്സ് അല്ലേ, ആർ സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ കോമൺ റോ മെറ്റീരിയൽ. എന്തായിരുന്നത്? ആർ സൈമൾട്ടേനിയസ്ലി പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സിംഗിൾ കോമൺ റോ മെറ്റീരിയൽ ഫ്രം എ കോമൺ പ്രോസസ് അല്ലേ, ഒരു റോ മെറ്റീരിയലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ടോ അതിലധികമോ പ്രോഡക്ട്സ് ഓഫ് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ടോ അതിലധികമോ പ്രോഡക്ട്സിന് നമുക്ക് എന്ത് പറയാം? ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറയാം. അപ്പോൾ എന്താണ് ജോയിൻറ്റ് പ്രോഡക്ട്സ്? Joint products is two or more product of equal importance simultaneously produced from a single raw material from a common process അല്ലെ, ഒരു കോമൺ പ്രോസസ്സിൽ നിന്ന് സിംഗിൾ റോ മെറ്റീരിയൽ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ടോ അതിലധികമോ പ്രോഡക്ട്സിന് നമുക്ക് എന്ത് പറയാം? ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മിൽക്കിൽ നിന്ന് നമ്മൾ എന്താണ്, മിൽക്ക് എന്ന് പറഞ്ഞ റോ മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യണം? ബട്ടറും ചീസും പ്രൊഡ്യൂസ് ചെയ്യാണ്. അത് രണ്ടും എന്താണ്? ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അതല്ലെങ്കിൽ നമുക്ക് വേറെ എക്സാമ്പിൾ പറയാം, ക്രൂഡ് ഓയിലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ക്രൂഡ് ഓയിലിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്യൂവൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യാം, ലൂബ്രിക്കൻസ് പ്രൊഡ്യൂസ് ചെയ്യാം അല്ലേ, കെറോസിൻ പ്രൊഡ്യൂസ് ചെയ്യാം. അപ്പോൾ അതൊക്കെ എന്താണ്? ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണ്. ഈക്വലി ഇമ്പോർട്ടൻസ് ഉള്ള സിംഗിൾ റോ മെറ്റീരിയലിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള എന്താണ്? പ്രോഡക്ട്സ് ആണ്. ഇതിനിവിടെ നമ്മൾ പറയുന്നത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. എന്താണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്? ജോയിൻറ്റ് പ്രോഡക്ട്സിൻ്റെ കേസിൽ വരുന്ന നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് എന്ന് പറയുന്നത്. വാട്ട് ഈസ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്? The joint products are not separately identifiable up to a certain stage or point of production. This stage or point is known as split off point or pre-separation point. എന്താണ്? ജോയിൻറ്റ് പ്രോഡക്റ്റിൻ്റെ കേസിൽ നമുക്ക് എന്താണ്, ഒരു പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ പ്രോഡക്ട്സിനെ സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. ആ പോയിന്റിന് നമുക്ക് എന്ത് പറയാം? സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് അല്ലെങ്കിൽ പ്രീ സെപ്പറേഷൻ പോയിന്റ് എന്ന് പറയാം. അതായത് ഈ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോഡക്ട്സിനെ നമുക്ക് വേറെ തിരിച്ച് കാണാൻ സാധിക്കില്ല. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കെറോസിനും ക്രൂഡ് ഓയിലിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ പ്രോഡക്ട്സ് ആണ് എന്ത്? കെറോസിൻ, അതുപോലെ തന്നെ ലൂബ്രിക്കൻസ്, ഫ്യൂവൽ ഓയിൽ. ഓക്കെ, ഇതെന്താണ്? ഒരു പ്രോസസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിനെ വേർതിരിച്ച് കാണാൻ പറ്റില്ല. കെറോസിൻ ഇത്ര, ലൂബ്രിക്കൻസ് ഇത്ര, ഫ്യൂവൽ ഓയിൽ ഇത്ര, അങ്ങനെ നമുക്ക് എന്താണ് ക്ലാസിഫൈ ചെയ്താൽ സെപ്പറേറ്റ് ചെയ്ത് കാണാൻ പറ്റില്ല. ഒരു പോയിന്റ് വരെ അല്ലെങ്കിൽ ഒരു പ്രോസസ്സിൻ്റെ ഒരു സ്റ്റേജ് വരെ, ആ സ്റ്റേജിനെ അല്ലെങ്കിൽ ആ ഒരു പോയിന്റിനെ നമുക്ക് എന്ത് പറയാം? സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഓർ പ്രീ സെപ്പറേഷൻ പോയിന്റ് എന്ന് പറയാം. ഇതിനിവിടെ നമ്മൾ പറയുന്ന ഒരു എക്സ്പെൻസ് ആണ് ജോയിൻറ്റ് കോസ്റ്റ് ഓർ ജോയിൻറ്റ് എക്സ്പെൻസസ്. എന്താണ് ജോയിൻറ്റ് കോസ്റ്റ് അല്ലെങ്കിൽ എന്താണ് ജോയിൻറ്റ് എക്സ്പെൻസസ്? ഓൾ എക്സ്പെൻസസ് ഇൻകേർഡ് അപ് ടു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഈസ് നോൺ ആസ് ജോയിൻറ്റ് കോസ്റ്റ്. അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെ നമുക്ക് ഇൻകേർ ചെയ്യുന്ന എല്ലാ എക്സ്പെൻസസിനെയും നമുക്ക് എന്ത് പറയാം? ജോയിൻറ്റ് കോസ്റ്റ് ഓർ ജോയിൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. ദെൻ പറയുന്നു സെപ്പറേറ്റ് ഓർ സബ്സിക്വൻറ്റ് എക്സ്പെൻസസ്. അപ്പോൾ സബ്സിക്വൻറ്റ് എക്സ്പെൻസസ് ആണ് എന്തായിരിക്കും? ദ എക്സ്പെൻസസ് ഇൻകേർഡ് ആഫ്റ്റർ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഈസ് നോൺ ആസ് സെപ്പറേറ്റ് ഓർ സബ്സിക്വൻറ്റ് എക്സ്പെൻസസ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? Joint product. Joint product means when two or more products of equal importance simultaneously produced from a single raw material from a common process is known as joint products. Then these joint products are not separately identifiable up to a certain point or certain limit. It is known as split off point or pre-separation point. Then all expenses incurred up to these split off point is known as joint cost or joint expenses, and all the expenses after these split off point is known as separate expenses or subsequent expenses. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ജോയിൻറ്റ് പ്രോഡക്ട്സാണ് പറഞ്ഞത് അല്ലേ.
ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ രണ്ടോ അതിലധികമോ പ്രോഡക്ട്സ് ഒരു സിംഗിൾ റോ മെറ്റീരിയലിൽ നിന്നും ഒരു കോമൺ പ്രോസസ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള രണ്ടോ അതിലധികമോ പ്രോഡക്ട്സിന് നമുക്ക് എന്ത് പറയാം? ജോയിൻറ്റ് പ്രോഡക്ട്സ് എന്ന് പറയാം. അതുകൊണ്ട് എക്സാമ്പിളായിട്ട് മിൽക്കിൽ നിന്ന് ബട്ടറും ചീസും പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞു. ദെൻ ക്രൂഡ് ഓയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഫ്യൂൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ലൂബ്രിക്കൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, കെറോസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ജോയിൻറ്റ് പ്രോഡക്ട്സ് ആയിട്ട് പറയാൻ സാധിക്കും. ദെൻ എന്താണ് ഈ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ ജോയിൻറ്റ് പ്രോഡക്ട്സ് ഒരു പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് കാണാൻ സാധിക്കില്ല. ഇപ്പോൾ നമ്മൾ ക്രൂഡ് ഓയിലാണ് നമ്മൾ റോ മെറ്റീരിയൽ, അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. കെറോസിനും ഫ്യൂൽ ഓയിലും ലൂബ്രിക്കൻസും പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സെപ്പറേറ്റ് ആയിട്ട് ക്രൂഡ് ഓയിൽ ഇത്ര അല്ലെങ്കിൽ ലൂബ്രിക്കൻസ് ഇത്ര അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല എങ്കിൽ ആ ഒരു പോയിന്റിന് നമുക്ക് എന്ത് പറയാം? അല്ല ആ ഒരു പോയിന്റിന് നമ്മൾ പറയുന്ന പേരാണ് സ്പ്ലിറ്റ് ഓഫ് പോയിന്റ്. Then the expenses up to these split off point or pre-separation point എന്താ പറയാം? ജോയിൻറ്റ് കോസ്റ്റ് ഓർ ജോയിൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയാം. ദെൻ ഈ സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് ശേഷം ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസസിന്, അതായത് സ്പ്ലിറ്റ് ഓഫ് പോയിന്റിന് ശേഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ പ്രോഡക്റ്റിനും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓരോ പ്രോഡക്റ്റിന് വരുന്ന എക്സ്പെൻസ് നമുക്ക് സെപ്പറേറ്റ് ആക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഈ സെപ്പറേറ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതിന് ശേഷം ഇൻകർ ചെയ്യുന്ന എക്സ്പെൻസിന് നമ്മൾ എന്ത് പറയും? സെപ്പറേറ്റ് എക്സ്പെൻസസ് ഓർ സബ്സിക്വൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയും. ഓക്കെ, ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോ പ്രോഡക്ട്സ് ആണ്. എന്താണ് കോ പ്രോഡക്ട്സ്? കോ പ്രോഡക്ട്സ് ആർ ദോസ് പ്രോഡക്ട്സ് വിച്ച് ആർ മാനുഫാക്ചേർഡ് ഇൻ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ബൈ ദ സെയിം ഇൻഡസ്ട്രി. എന്തായിരുന്നത്? ഒരു സെയിം ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് പ്രോഡക്ട്സിന് നമുക്ക് എന്ത് പറയാം? കോ പ്രോഡക്ട്സ് എന്ന് പറയാം. കോ പ്രോഡക്ട്സ് ആർ ദോസ് പ്രോഡക്ട്സ് വിച്ച് ആർ മാനുഫാക്ചേർഡ് ഇൻ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ബൈ ദ സെയിം ഇൻഡസ്ട്രി. Then they may not arise from the same operation or same raw material. എന്താണ് ഈ കോ പ്രോഡക്ട്സ്? സെയിം ഓപ്പറേഷനിൽ നിന്നോ അല്ലെങ്കിൽ സെയിം റോ മെറ്റീരിയലിൽ നിന്നോ തന്നെ വന്നോണമെന്ന് നിർബന്ധമില്ല. അതാണ് ജോയിൻറ്റ് പ്രോഡക്റ്റും കോ പ്രോഡക്ട്സും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്താണ്? ജോയിൻറ്റ് പ്രോഡക്റ്റ് സിംഗിൾ റോ മെറ്റീരിയൽ കോമൺ പ്രോസസ് എന്നാണ് വരുന്നത്. പക്ഷേ കോ പ്രോഡക്ട്സ് ആണെങ്കിൽ എന്താണ്? സെയിം റോ മെറ്റീരിയലിൽ നിന്നോ അല്ലെങ്കിൽ സെയിം ഓപ്പറേഷനിൽ നിന്നോ വരുന്ന പ്രോഡക്റ്റ് ആയിരിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഒരു ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ് എന്ത്? കോ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ദെൻ produced in different quantities without any correlation to each other. എന്താണ്? ഈ പ്രോഡക്ട്സുകൾ തമ്മിൽ ഒരു കോറിലേഷൻ ഉണ്ടാവില്ല, ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഈ കോ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എടുക്കാം. ആ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് കോ പ്രോഡക്ട്സ് ഉണ്ടാവും. ജീപ്പ്, കാറ്, ബസ്, ബൈക്സ്, അങ്ങനെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ കോ പ്രോഡക്ട്സ് ഉണ്ടാവും. ഓരോന്നും ഓരോ റോ മെറ്റീരിയലിൽ നിന്ന് വരുന്നതാണ്, ഓരോന്നും ഓരോ ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ ബൈക്കിൻ്റെ പ്രൊഡക്ഷനും കാറിൻ്റെ പ്രൊഡക്ഷനും തമ്മിലൊരു ബന്ധവുമില്ല, ഒരു പ്രോസസ്സിൽ നിന്ന് വരുന്നതല്ല അല്ലേ? അപ്പോൾ എന്താണ്? അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ്, ഒരു ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്ട്സിന് നമുക്ക് എന്ത് പറയാം? കോ പ്രോഡക്ട്സ് എന്ന് പറയാം. ദെൻ നമുക്ക് വേറെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫാനിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സീലിംഗ് ഫാൻ, പെഡസ്റ്റൽ ഫാൻ ഉണ്ടാവും, അല്ലെങ്കിൽ വോൾ ഫാൻ ഉണ്ടാവും അല്ലെ? അങ്ങനത്തെ വെറൈറ്റി ഓഫ് ഫാൻസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതെന്താണ്? കോ പ്രോഡക്ട്സ് നമുക്ക് പറയാം. അപ്പോൾ ദെൻ നമുക്ക് വേറെ എക്സാമ്പിൾ എന്ത് പറയാം? ഫർണിച്ചർ ഇൻഡസ്ട്രി എടുക്കുകയാണെങ്കിൽ ഫർണിച്ചർ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന ടേബിൾ, ചെയർ, കബോർഡ്, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടാവും ഫർണിച്ചർ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതൊക്കെ എന്താണ്? കോ പ്രോഡക്ട്സ് ആണ്. ഇതിൻ്റെ പ്രൊഡക്ഷൻ തമ്മിലോ അല്ലെങ്കിൽ ഇതിൻ്റെ റോ മെറ്റീരിയൽ തമ്മിലൊന്നും ഒരു കണക്ഷനും ഉണ്ടായിക്കോണം നിർബന്ധമില്ല. ഓക്കെ, അപ്പോൾ എന്താണ് കോ പ്രോഡക്ട്സ്? എന്താണ്? കോ പ്രോഡക്ട്സ് ആർ ദോസ് പ്രോഡക്ട്സ് വിച്ച് ആർ മാനുഫാക്ചേർഡ് ഇൻ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ബൈ ദ സെയിം ഇൻഡസ്ട്രി. ദേ മേ നോട്ട് അറൈസ് ഫ്രം ദ സെയിം ഓപ്പറേഷൻ ഓർ റോ മെറ്റീരിയൽ ബട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് വിത്തൗട്ട് എനി കോറിലേഷൻ ടു ഈച്ച് അതർ. ഓക്കെ, എന്താ പറഞ്ഞത്? ഒരു ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ് കോ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെയിം ഓപ്പറേഷനോ സെയിം റോ മെറ്റീരിയലിനോ ആയിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിൽ അൺറിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കോറിലേഷൻ ഇല്ലാത്ത പ്രോഡക്ട്സ് ആയിരിക്കും അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? നമ്മൾ ജോയിൻറ്റ് പ്രോഡക്ട്സ് പറഞ്ഞു അല്ലേ? അപ്പോൾ ജോയിൻറ്റ് പ്രോഡക്ട്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരിക്കും? നമ്മൾ പറഞ്ഞ പ്രകാരം എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? കോമൺ പ്രോസസ്സാണ്, കോമൺ റോ മെറ്റീരിയലാണ്, എല്ലാ പ്രോഡക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് എന്താണ്? സെയിൽസ് വാല്യൂ ഈക്വൽ ആയിരിക്കും, ഓൾമോസ്റ്റ് ഈക്വൽ ആയിരിക്കും അല്ലേ? അതാണ് ഈക്വൽ ഇമ്പോർട്ടൻസ് നമ്മുടെ ജോയിൻറ്റ് പ്രോഡക്റ്റിൻ്റെ കേസ് പറയുന്നത്. ദെൻ നമുക്ക് എന്താ പറയുക? ഇവിടെ ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഉണ്ട്. സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രോഡക്റ്റിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല, സെപ്പറേറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. ആ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള എക്സ്പെൻസിനെ നമ്മൾ ജോയിൻറ്റ് കോസ്റ്റ് ഓർ ജോയിൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നു. സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ശേഷമുള്ള എക്സ്പെൻസിനെ നമ്മൾ സെപ്പറേറ്റ് ഓർ സബ്സിക്വൻറ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നു. ദെൻ കോ പ്രോഡക്ട്സ് എന്താ പറയുന്നത്?
കോ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് ആണ് കോ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. ഈ പ്രോഡക്ട്സ് എന്താണ് ഒരു സിംഗിൾ റോ മെറ്റീരിയൽ നിന്നോ അല്ലെങ്കിൽ ഒരു കോമൺ പ്രോസസ്സിൽ നിന്നോ വരണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസിലായിരിക്കും. അതുപോലെ തന്നെ അൺറിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആയിരിക്കും. നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ഫർണിച്ചർ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന കുറേ ടൈപ്പ് ഫർണിച്ചേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി പ്രൊഡ്യൂസ് ചെയ്യുന്ന കാറ്, ജീപ്പ്, ബസ്, ലോറി, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാവും. അതൊക്കെ എന്താണ് കോ പ്രോഡക്ട്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോഡക്ട്സിൻ്റെയും കോ പ്രോഡക്ട്സിൻ്റെയും കേസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ദെൻ ജോയിൻറ്റ് പ്രോഡക്റ്റും കോ പ്രോഡക്റ്റും നമ്മളുടെ മെയിൻ ഡിഫറൻസസ് എന്തൊക്കെയായിരിക്കും? ആദ്യം നമ്മൾ പറഞ്ഞ ജോയിൻറ്റ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗിൾ റോ മെറ്റീരിയൽ, കോമൺ പ്രോസസ്, ഈക്വൽ ഇമ്പോർട്ടൻസ്. കോ പ്രോഡക്ട്സ് അങ്ങനെ ആയിരിക്കുമോ? സിംഗിൾ റോ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ടോ? ഇല്ല, സിംഗിൾ റോ മെറ്റീരിയലോ കോമൺ പ്രോസസ്സോ ആയിരിക്കില്ല. ജോയിൻറ്റ് പ്രോഡക്റ്റിൻ്റെ കേസിൽ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഉണ്ടാവും അല്ലേ? ആ സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കോ പ്രോഡക്റ്റിൻ്റെ കേസിൽ അങ്ങനെ ഒരു സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഉണ്ടാവില്ല. അൺറിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ്. നമുക്ക് എന്താണ് ആ ഒരു പ്രൊഡക്ഷൻ്റെ ബിഗിനിങ് മുതൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, പ്രോഡക്റ്റിനെ സെപ്പറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, കോ പ്രോഡക്റ്റിൻ്റെ കേസിൽ ജോയിൻറ്റ് കോസ്റ്റ് ഇല്ല അല്ലെ? സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് ഇല്ലാത്തതുകൊണ്ട് ജോയിൻറ്റ് കോസ്റ്റ് ഇല്ല. പക്ഷേ ജോയിൻറ്റ് പ്രോഡക്റ്റിൻ്റെ കേസിൽ എന്തുണ്ടാവും, ജോയിൻറ്റ് കോസ്റ്റ് ഉണ്ടാവും. ഇതാണ് ജോയിൻറ്റ് പ്രോഡക്റ്റും കോ പ്രോഡക്ട്സും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത്. ഞാൻ ഒന്നും കൂടെ പറയാം. നൗ വി ഡിസ്കസ് അബൌട്ട് ദ ജോയിൻറ്റ് പ്രോഡക്ട്സ് ആൻഡ് കോ പ്രോഡക്ട്സ്. വാട്ട് ഡു യു മീൻ ബൈ ജോയിൻറ്റ് പ്രോഡക്ട്സ്? When two or more products of equal importance simultaneously produced from a single raw material from a common process is known as joint product or joint product. Then in the case of joint product, there is a point up to the joint product cannot be identified separately. This point is known as split off point or pre-separation point. Then the expenses incurred up to this pre-separation point is known as joint cost or joint expenses. The expenses incurred after these pre-separation point or split off point is known as subsequent expenses or separate expenses. Then we discuss about the co-products. Co-products are those products which are a variety of different products produced by a single industry is known as co-products. They may not arise from a single raw material or a common process. They are unrelated and produced in different quantities. Okay. Now we are going to discuss about the joint costs or joint expenses in detail. That is the various methods used to apportion these joint costs or joint expenses. Okay. Now we moving on to the apportionment of joint cost. We already discussed about the joint cost. What is joint cost? Joint cost is the all expenses incurred up to the split off point or pre-separation point. Okay. Then we have to apportion these joint costs for the purpose of determining cost per unit of each joint products. Okay. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ജോയിൻറ്റ് കോസ്റ്റിന് നമ്മൾ എന്ത് ചെയ്യണം, ഒരു സൂട്ടബിൾ അല്ലെങ്കിൽ ഒരു മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ അപ്പോർഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു മിൽക്കിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണ് ബട്ടറും ചീസും. അപ്പോൾ ബട്ടറിൻ്റെയും ചീസിൻ്റെയും ജോയിൻറ്റ് കോസ്റ്റ് വരുന്നത് ഒരു 5 ലാക്കാന്ന് വിചാരിക്കുക. ഈ 5 ലാക്കിൽ ബട്ടറിന് എത്ര, മിൽക്കിന് എത്ര, അത് നമ്മൾ എന്ത് ചെയ്യണം, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ അല്ലേ? ഒരു ബട്ടർ പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, ചീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്, അല്ല അങ്ങനെ കോസ്റ്റ് പെർ യൂണിറ്റ് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ആ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ ബേസിൽ സെല്ലിംഗ് പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ജോയിൻറ്റ് കോസ്റ്റിനെ നമ്മൾ അപ്പോർഷൻ ചെയ്യുന്നത്? അതിനിവിടെ 7 methods ആണ് പറയുന്നത്. There are mainly 7 methods for apportioning the joint cost. First one is average unit cost method. Second one is physical unit method. Third one is survey method. Fourth one is contribution margin method. Fifth one is sales value method. Then sales price method and finally net realizable value method. ഇത്രയും മെത്തേഡ്സ് ആണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് ഫസ്റ്റ് മെത്തേഡ് ആയിട്ടുള്ള ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്താണെന്ന് നമുക്ക് നോക്കാം. ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ്, ആ ടേമിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. ആവറേജ് യൂണിറ്റ് കോസ്റ്റ് എന്താണ്? ആവറേജ് യൂണിറ്റ് കോസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ജോയിൻറ്റ് കോസ്റ്റിന് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മെത്തേഡിന് എന്ത് പറയാം, ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ ആവറേജ് യൂണിറ്റ് കോസ്റ്റ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എത്രയാണോ അല്ലേ, ജോയിൻറ്റ് കോസ്റ്റ് എത്രയാണോ അതേ ഡിവൈഡഡ് ബൈ എന്താണ്, ജോയിൻറ്റ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ് പ്രൊഡ്യൂസർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ്
കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും അല്ലെ, അത് ആവറേജ് യൂണിറ്റ് അല്ലെങ്കിൽ കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടും. ആ ആവറേജ് യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ മെത്തേഡിന് എന്ത് പറയാം, ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് ക്ലിയർ ആവും. ചെറിയൊരു എക്സാമ്പിളാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇൻ ദ ടിമ്പർ ഇൻഡസ്ട്രി ദ മൈലിംഗ് ഓപ്പറേഷൻസ് to the split off point during the period amounted to rupees 72,000 with the following unit of production. എന്താണത്, ജോയിൻറ്റ് പ്രോഡക്റ്റ് 72,000 തന്നിട്ടുണ്ട്. ദെൻ എന്തൊക്കെ ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണുള്ളത്? ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ 3,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഗ്രേഡ് ടിമ്പർ 6,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. തേർഡ് ഗ്രേഡ് ടിമ്പർ 3,000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 12,000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് മെത്തേഡാണ് ചെയ്യുന്നത്? ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് യൂണിറ്റ് കോസ്റ്റ് കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് എത്രയാണ്? 72,000. അപ്പോൾ 72,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ യൂണിറ്റ്സ് എത്രയാണ്? ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ പ്ലസ് സെക്കൻഡ് ഗ്രേഡ് ടിമ്പർ പ്ലസ് തേർഡ് ഗ്രേഡ് ടിമ്പർ. ഈ 3 ഗ്രേഡ് അല്ലെങ്കിൽ ഈ 3 ജോയിൻറ്റ് പ്രോഡക്ട്സും കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ യൂണിറ്റ്സ് എന്ന് പറയുന്നത് 12,000 ആണ്. അപ്പോൾ ഡിവൈഡഡ് ബൈ 12,000 ചെയ്യുക. 72,000 ഡിവൈഡഡ് ബൈ 12,000 ദാറ്റ്സ് ഈക്വൽ ടു 6. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആവറേജ് യൂണിറ്റ് കോസ്റ്റ് കിട്ടി അല്ലേ, ആവറേജ് യൂണിറ്റ് കോസ്റ്റ് കിട്ടി. ദെൻ ഈ ആവറേജ് യൂണിറ്റ് കോസ്റ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ജോയിൻറ്റ് കോസ്റ്റ് ആയിട്ടുള്ള ഈ 72,000 നമ്മൾ എന്ത് ചെയ്യാണ്, 3 ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണുള്ളത്. ഫസ്റ്റ് ഗ്രേഡ്, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ് ടിമ്പർ അല്ല, ഈ 3 ജോയിൻറ്റ് പ്രോഡക്റ്റിന് നമ്മൾ എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തിൻ്റെ ബേസിൽ? ആവറേജ് യൂണിറ്റ് കോസ്റ്റിൻ്റെ ബേസിൽ, അതായത് 6ൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ, ഫസ്റ്റ് ഗ്രേഡ് ടിമ്പർ എങ്ങനെയായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്? എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 3,000. അപ്പോൾ 3,000 ഇൻറ്റു 6 ദാറ്റ്സ് ഈക്വൽ ടു 18,000. ദെൻ സെക്കൻഡ് ഗ്രേഡ് ടിമ്പർ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 6,000 യൂണിറ്റ്സ്. അപ്പോൾ 6,000 ഇൻറ്റു ആവറേജ് യൂണിറ്റ് കോസ്റ്റ് 6 ദാറ്റ്സ് ഈക്വൽ ടു 36,000. ദെൻ തേർഡ് ഗ്രേഡ് ടിമ്പർ എത്ര യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? 3,000 യൂണിറ്റ്. അപ്പോൾ 3,000 ഇൻറ്റു 6 ദാറ്റ്സ് ഈക്വൽ ടു 18,000. ടോട്ടൽ ചെയ്യുക 72,000. കണ്ടോ? അപ്പോൾ ഈ 72,000 എന്ന് പറയുന്ന ജോയിൻറ്റ് കോസ്റ്റ് നമ്മൾ എങ്ങനെയാണ് അപ്പോർഷൻ ചെയ്തത്? ആവറേജ് യൂണിറ്റ് കോസ്റ്റ് ആയിട്ടുള്ള 6 റുപ്പീസിൻ്റെ ബേസിലാണ് നമ്മൾ അപ്പോർഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ഈ ഒരു മെത്തേഡിനെ നമുക്ക് എന്ത് പറയാം? ആവറേജ് യൂണിറ്റ് കോസ്റ്റ് മെത്തേഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, ദെൻ നമുക്ക് രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് മെത്തേഡ്, ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ്. അപ്പോൾ എന്തായിരിക്കും ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ്? ആയിരിക്കും എന്തായിരിക്കും ആ ടേമിൽ തന്നെ ഉണ്ട് അതിൻ്റെ മീനിങ്. ഫിസിക്കൽ യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയാം. ഫിസിക്കൽ യൂണിറ്റ് അല്ലെങ്കിൽ ബേസ് ഫാക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, ബേസ് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫിസിക്കൽ യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ഫിസിക്കൽ യൂണിറ്റ് ചിലപ്പോൾ കിലോഗ്രാം ആവാം, ലിറ്റർ ആവാം, ടൺ ആവാം അല്ലേ. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ജോയിൻറ്റ് പ്രോഡക്ട്സും നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? ഒരേ ഒരു മെഷർമെൻറ്റിൽ നമുക്ക് പറയാൻ സാധിക്കണം. ഇപ്പോൾ കിലോഗ്രാം ആണെങ്കിൽ എല്ലാം കിലോയിൽ നമുക്ക് പറയാൻ സാധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റീൻ്റെ ബേസിൽ അല്ലെങ്കിൽ ഒരു ബേസ് ഫാക്ടറിൻ്റെ ബേസിൽ, ചിലപ്പോൾ കിലോഗ്രാം ആവാം, ലിറ്റർ ആവാം, ടൺ ആവാം അല്ലേ, വെയിറ്റ് ആവാം, നമ്പർ ഓഫ് യൂണിറ്റ്സ് ആവാം അല്ലേ. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ഫിസിക്കൽ യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് പറയാം? ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺസെപ്റ്റ് മനസ്സിലാവും. എന്താണ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫിസിക്കൽ യൂണിറ്റിൻ്റെ ബേസിൽ, അതായത് കിലോഗ്രാമിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ടണ്ണിൻ്റെ ബേസിൽ അല്ലെങ്കിൽ ലിറ്ററിൻ്റെ ബേസിൽ അല്ലെങ്കിൽ മീറ്ററിൻ്റെ ബേസിൽ അല്ലെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷർമെൻറ്റ് എടുക്കും. അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? ഫിസിക്കൽ യൂണിറ്റ് മെത്തേഡ് എന്ന് പറയാം. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. The following data have been extracted from the books of Hindustan Coke Company Limited. Joint product Coke അതിന് കിലോഗ്രാം തന്നിട്ടുണ്ട് 1420. ദെൻ കോൾ ടാർ 120, ബെൻസോൾ 22, സൾഫേറ്റ് ഓഫ് അമോണിയ 26, ഗ്യാസ് 412, ടോട്ടൽ 2000 കിലോഗ്രാം. ഓക്കെ, ഇവിടെ 5 ടൈപ്സ് ഓഫ് ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണുള്ളത്. കോക്ക്, കോൾ ടാർ, ബെൻസോൾ, സൾഫനേറ്റ് ഓഫ് അമോണിയ, ദെൻ സൾഫേറ്റ് ഓഫ് അമോണിയ, ദെൻ ഗ്യാസ്. ടോട്ടൽ 2000 ക്വാണ്ടിറ്റി ഉണ്ട്. ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള കിലോഗ്രാം തന്നിട്ടുണ്ട്, ടോട്ടൽ കിലോഗ്രാം തന്നിട്ടുണ്ട്. ദെൻ ദ പ്രൈസ് ഓഫ് കോൾ ഈസ് ₹80 per ton. The direct labor and overhead cost up to the point of split off are ₹40 and 60 respectively per ton of coal. സ്പ്ലിറ്റ് ഓഫ് പോയിന്റ് വരെയുള്ള എക്സ്പെൻസ് എത്ര വരുന്നത്? ഡയറക്റ്റ് ലേബർ 40യും അതുപോലെ തന്നെ ഓവർഹെഡ് 60യും.
കാൽക്കുലേറ്റ് മെറ്റീരിയൽ ലേബർ ആൻഡ് ഓവർഹെഡ് ഓഫ് ഈച്ച് ടോട്ടൽ കോസ്റ്റ് ആൻഡ് ഈച്ച് പ്രോഡക്റ്റ് ഓൺ ദ ബേസിസ് ഓഫ് വെയിറ്റ്. വെയിറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജോയിൻറ്റ് കോസ്റ്റിന് നമ്മൾ അപ്പോർഷൻ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? ഓരോ ജോയിൻറ്റ് പ്രോഡക്റ്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന കിലോഗ്രാം തന്നിട്ടുണ്ട്. അതിനവർ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് കോക്കാണ്. കോക്കിൻ്റെ വില തന്നിട്ടുണ്ട് 80 per ton. അപ്പോൾ റോ മെറ്റീരിയൽ തന്നിട്ടുണ്ട്. ദെൻ ഡയറക്റ്റ് ലേബർ 40 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓവർ ഹെഡ് 60 തന്നിട്ടുണ്ട്. ഇത്രയും എക്സ്പെൻസ് സ്പ്ലിറ്റ് ഓഫ് പോയിൻറ്റിന് മുമ്പുള്ള എക്സ്പെൻസ് ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇവിടെ കിലോഗ്രാമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മളുടെ എന്താണ് ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? കിലോഗ്രാം ആണ്. ഇവിടെ തന്നിട്ടുള്ള ഈ കിലോഗ്രാമിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെയെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അവൈലബിൾ തന്നിട്ടുള്ള ഓരോ ജോയിൻറ്റ് പ്രോഡക്ട്സ് ഏതൊക്കെ എടുത്തെഴുതാം. കോക്ക്, ദെൻ കോൾ ടാർ, ബെൻസോൾ, സൾഫേറ്റ് ഓഫ് അമോണിയ, ദെൻ ഗ്യാസ് ടോട്ടൽ. ഓക്കെ, ഇത്രയും ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ഇത്രയും ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, ദെൻ നമുക്ക് കിലോഗ്രാം തന്നിട്ടുണ്ട് ഓരോന്നിൻ്റെയും. അതെടുത്ത് എഴുതുക. കോക്കിൻ്റെ എത്രയാണ് തന്നിട്ടുള്ളത്? 1420, കോൾട്ടാറിൻ്റെത് 120, ബെൻസോളിൻ്റെ 22, ദെൻ സൾഫേറ്റ് ഓഫ് അമോണിയ 26, ഗ്യാസ് 412, ടോട്ടൽ വരുന്നത് 2000. ഓക്കെ, അപ്പോൾ ഇതാണ് കിലോഗ്രാമാണ് ഇവിടെ എന്ത് പറയുന്നത്? ഈ ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് ഇവിടെ കിലോഗ്രാമാണ്. ഈ കിലോഗ്രാമിൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്പോർഷൻ ചെയ്യുന്നത്. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? പേഴ്സൻറ്റേജ് ഓഫ് ടോട്ടൽ കാണണം. അതായത് കിലോഗ്രാം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടുപിടിക്കണം. ടോട്ടൽ കിലോഗ്രാം 2000 ആണ്. അതിൽ ഓരോന്നിൻ്റെയും കിലോഗ്രാം തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നും എത്ര പേഴ്സൻറ്റേജ് ആണുള്ളതെന്ന് കാണണം. അപ്പോൾ ആദ്യം തന്നെ കോക്കിൻ്റെ കേസിലാണെങ്കിലോ 1420 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100. അപ്പോൾ എത്ര വരും? 71%. ഇതിനടുത്തത് 120 ഡിവൈഡഡ് ബൈ 2000 ഇൻറ്റു 100, ദാറ്റ്സ് ഈക്വൽ ടു 6%. ഇതിനടുത്ത് 22 ആണ്. 22 ആകുമ്പോൾ 1.1%. 26 ആണ് 1.3%. 412 ആണ്. അപ്പോൾ 20.6%. ടോട്ടൽ 100. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ചു. അതായത് കിലോഗ്രാമിലേക്കുള്ള പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ചു. ടോട്ടൽ എത്ര പേഴ്സൻറ്റേജ് ഉണ്ട് കണ്ടുപിടിച്ചു. ദെൻ നമ്മൾ എന്ത് ചെയ്യണം? മെറ്റീരിയലും ലേബറും ഓവർഹെഡും നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോർഷൻ ചെയ്തിട്ട് അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്രയാണ് പറയുന്നത്? മെറ്റീരിയലിന് 80 per ton, ഡയറക്റ്റ് ലേബർ ആണെങ്കിൽ 40, അതുപോലെ തന്നെ ഓവർഹെഡ് ആണെങ്കിൽ 60 ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെ അലോട്ട് ചെയ്യും നോക്കാം. ആദ്യം തന്നെ കോൾ എന്ന് പറയുന്നത് റോ മെറ്റീരിയലാണ്. ഓക്കെ, കോൾ നമ്മൾ അലോട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ അലോട്ട് ചെയ്യണം. ദെൻ എന്താണ്? ഓവർഹെഡ് അലോക്കേറ്റ് ചെയ്യണം. ജോയിൻറ്റ് കോസ്റ്റ് അലോക്കേറ്റ് അപ്പോർഷൻ ചെയ്യണം. ദെൻ ടോട്ടൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് അപ്പോർഷൻ ചെയ്യാൻ പോകുന്നത്? ഫിസിക്കൽ യൂണിറ്റ് ആയിട്ടുള്ള കിലോഗ്രാമിൻ്റെ ബേസിലാണ്. അപ്പോൾ കിലോഗ്രാമിൻ്റെ പേഴ്സൻറ്റേജ് നമ്മൾ കണ്ടുപിടിച്ചു. കോൾ ടോട്ടൽ എത്രയാണ് വരുന്നത്? 80 വരുന്നത് അല്ലേ? 80 rupees per ton ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ 80 നമ്മൾ എന്ത് ചെയ്യാണ്? അലോക്കേറ്റ് ചെയ്യാണ്. എങ്ങനെ അലോക്കേറ്റ് ചെയ്യും? 80ൻ്റെ 71%, 80ൻ്റെ 6%, 80ൻ്റെ 1.1%, 80ൻ്റെ 1.3%, 80ൻ്റെ 20.6% അല്ലേ? നമ്മൾ പേഴ്സൻറ്റേജ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെയും. അപ്പോൾ അതിൻ്റെ പേഴ്സൻറ്റേജിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്? അപ്പോർഷൻ ചെയ്യാണ്. ആദ്യം തന്നെ 80ൻ്റെ 71%, ദാറ്റ്സ് ഈക്വൽ ടു 56.80. ഓക്കെ, ഇതിനടുത്തത് 80ൻ്റെ 6%, 4.8. ദെൻ 80ൻ്റെ 1.1%, 0.88. ദെൻ 80ൻ്റെ 1.3%, 1.04. ദെൻ 80ൻ്റെ 20.6%, ദാറ്റ്സ് ഈക്വൽ ടു 16.48. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 80. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? റോ മെറ്റീരിയൽ നമ്മൾ അലോക്കേറ്റ് ചെയ്തു അല്ലേ? റോ മെറ്റീരിയൽ എത്ര വരുന്നത്? കോക്കിന് വരുന്നത് 66.80 per ton ആണ്. കോളിന് വരുന്നത് 4.8 ആണ്. ബെൻസോളിന് വരുന്നത് 0.88 ആണ് അല്ലേ? സൾഫേറ്റ് ഓഫ് അമോണിയയ്ക്ക് 1.04, ഗ്യാസിന് 60.48 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് അലോക്കേറ്റ് ചെയ്തു. ഇതിനടുത്ത് എന്ത് ചെയ്യണം? ഡയറക്റ്റ് ലേബർ അലോട്ട് ചെയ്യണം. എത്രയാണ് ഡയറക്റ്റ് ലേബർ? എത്രയുള്ളത്? 40 per യൂണിറ്റാണ് പറയുന്നത് ഡയറക്റ്റ് ലേബർ. അപ്പോൾ ആ 40 നമ്മൾ എന്ത് ചെയ്യണം? അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയായിരിക്കും ആ 40 അലോക്കേറ്റ് ചെയ്യുക? 40ൻ്റെ 71% എത്രയാണ്?
14ൻ്റെ 71% എത്ര വരും? 28.4. then 14ൻ്റെ 6%, 2.4. 14ൻ്റെ 1.1%, 0.44. 14ൻ്റെ 1.3% എത്ര വരും? 0.57. സോറി 0.52. 1.4 എന്ന് പറയുമ്പോൾ 1.04 1.3 എന്ന് പറയുമ്പോൾ 0.52. then 14ൻ്റെ 20.6%, 8.24. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 40. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഡയറക്റ്റ് ലേബറും അലോക്കേറ്റ് ചെയ്തു. എന്ത് ചെയ്യുക? ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യുക. ഓക്കെ, ഓവർ ഹെഡ് അലോക്കേറ്റ് ചെയ്യുന്നത് എത്രയാണ്? ഓവർ ഹെഡ് ഉള്ളത് 60 യൂണിറ്റ്സ് ആണ് ഓവർ ഹെഡ് ഉള്ളത് അല്ലേ? ക്വസ്റ്റ്യൻ നോക്കുക, 60 യൂണിറ്റ് പെർ ടൺ ആണ് പറയുന്നത് അല്ലേ? അപ്പോൾ ₹60 ആണ്. അപ്പോൾ 60 നമ്മൾ എങ്ങനെ അലോട്ട് ചെയ്യണം? ഈ പെർസെൻറ്റേജിൻ്റെ ബേസിൽ അലോട്ട് ചെയ്യണം. 60ൻ്റെ 71% എത്ര വരും? 42.26. then 60ൻ്റെ 6%, 3.6. അങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കുക. 0.66, 0.78, 12.36. ടോട്ടൽ ചെയ്യുമ്പോൾ 60. then ടോട്ടലിൻ്റെ കോളം, ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? ടോട്ടൽ കോസ്റ്റ് വരുന്നത് അത് കോൾ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഓവർ ഹെഡ്. അങ്ങനെ ഓരോ പ്രോഡക്റ്റിൻ്റെയും ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കുക. എത്ര വരും? ടോട്ടൽ എത്ര വരും? 56.80 പ്ലസ് 28.4 പ്ലസ് 42.26. ദാറ്റ്സ് ഈക്വൽ ടു 127.8. then അടുത്തത് 10.80, 1.98, then 2.34, then 37.08. ടോട്ടൽ ചെയ്യുന്ന സമയത്ത് 80 പ്ലസ് 40 പ്ലസ് 60 എത്ര വരും? 180. ഓക്കെ, അപ്പോൾ ഇവിടെ ജോയിൻറ്റ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്രയാണ്? 180 ആണ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്ത് കൊടുത്തു. എന്തിൻ്റെ ബേസിൽ? കിലോഗ്രാമിൻ്റെ ബേസിൽ, അതായത് ഫിസിക്കൽ യൂണിറ്റിൻ്റെ ബേസിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കോക്കിന് വരുന്നത് 127.8, കോൾട്ടാറിന് വരുന്നത് 10.8, ബെൻസോളിന് വരുന്നത് 1.98, അമോണിയയ്ക്ക് വരുന്നത് 2.34, ഗ്യാസിന് വരുന്നത് 37.08. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്തിൻ്റെ ബേസിൽ നമ്മളോട് അപ്പോഷൻ ചെയ്തത്? ഫിസിക്കൽ യൂണിറ്റിൻ്റെ ബേസിൽ. ഇവിടെ ഫിസിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം ആണ്. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനിൽ എന്താവാം? മീറ്റർ ആവാം, അല്ലെങ്കിൽ ലിറ്റർ ആവാം, അല്ലെങ്കിൽ ടൺ ആവാം അല്ലേ? എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ളൊരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയിൽ ഫിസിക്കൽ യൂണിറ്റിൻ്റെ ബേസിൽ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോഷൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ജോയിൻറ്റ് കോസ്റ്റ് ആയിട്ടുള്ള 180 പെർ കിലോഗ്രാം നമ്മൾ എന്ത് ചെയ്തു? അലോക്കേറ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ദെൻ നമ്മൾ പറയാൻ പോകുന്നത് സർവേ മെത്തേഡ് ഓർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്. വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്തായിരിക്കും? സർവേ മെത്തേഡ് അല്ലെങ്കിൽ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഒരു വെയിറ്റ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. അതായത് നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ്, എത്ര ജോയിൻറ്റ് പ്രോഡക്റ്റ്സ് ഉണ്ടെങ്കിൽ അത്രയും പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ സർവേ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വെയിറ്റ് അസൈൻ ചെയ്യും. അപ്പോൾ വെയിറ്റ് അസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യും. വോളിയം, സെല്ലിംഗ് പ്രൈസ്, ഡിഫിക്കൽറ്റി ഓഫ് പ്രൊഡ്യൂസിങ് പ്രോഡക്റ്റ്, ടൈം ടേക്കൺ ഫോർ പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഓരോ പ്രോഡക്റ്റിനും ഓരോ വെയിറ്റ് അസൈൻ ചെയ്യും. എന്നിട്ട് ആ വെയിറ്റിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം? സർവേ മെത്തേഡ് ഓർ വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ A, B, C 3 പ്രോഡക്ട്സ് ആണ്, ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സർവേ നടത്തി, അല്ലെങ്കിൽ അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ കുറേ ഫീച്ചേഴ്സൊക്കെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഒരു വെയിറ്റ് അസൈൻ ചെയ്യുകയാണ്. ആ പ്രോഡക്റ്റിൻ്റെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി, വോളിയം, സെല്ലിംഗ് പ്രൈസ്, ടൈം ടേക്കൺ ഫോർ പ്രൊഡ്യൂസിങ് എ പ്രോഡക്റ്റ്, അങ്ങനെ ഇതെല്ലാം കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ വെയിറ്റ് അസൈൻ ചെയ്തു. Aക്ക് 6, Bക്ക് 5, Cക്ക് 7, അങ്ങനെ നമ്മൾ വെയിറ്റ് അസൈൻ ചെയ്തു. അപ്പോൾ ഇതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 6:5:7 എന്ന് പറയുന്ന ഈ ഒരു വെയിറ്റിൻ്റെ, അല്ലെങ്കിൽ ഈ വെയിറ്റിൻ്റെ റേഷ്യോൻ്റെ ബേസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള അപ്പോഷനൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്? സർവേ മെത്തേഡ് അല്ലെങ്കിൽ വെയിറ്റഡ് ആവറേജ് മെത്തേഡിൽ നമ്മൾ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ അപ്പോഷൻ ചെയ്യുന്നത്? നമ്മളൊരു വെയിറ്റ് അസൈൻ ചെയ്ത് കൊടുക്കും. ഈ വെയിറ്റ് അസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറേ ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യുന്നുണ്ട്. സെല്ലിംഗ് പ്രൈസ്, വോളിയം, ടൈം ടേക്കൺ ഫോർ പ്രൊഡ്യൂസിങ്, ഡിഫിക്കൽറ്റി ലെവൽ, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു വെയിറ്റ് അസൈൻ ചെയ്യും. ആ വെയിറ്റിൻ്റെ ബേസിൽ നമ്മൾ ജോയിൻറ്റ് കോസ്റ്റിന് അപ്പോഷൻ ചെയ്യുകയാണെങ്കിൽ ആ മെത്തേഡിന് നമുക്ക് എന്ത് പറയാം? സർവേ മെത്തേഡ് ഓർ വെയിറ്റഡ് ആവറേജ് മെത്തേഡ് എന്ന് പറയാം. ഇതിനടുത്തത് കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ്. അപ്പോൾ എന്തായിരിക്കും കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മൾ ജോയിൻറ്റ് പ്രോഡക്റ്റിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. വേരിയബിൾ കോസ്റ്റും ഫിക്സഡ് കോസ്റ്റും. അതായത് ജോയിൻറ്റ് പ്രോഡക്റ്റ് തന്നെ വേരിയബിൾ ഉണ്ടാവും, ഫിക്സഡും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്? കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യാണ്? ജോയിൻറ്റ് കോസ്റ്റിനെ ഫിക്സഡ് കോസ്റ്റ് എന്നും വേരിയബിൾ കോസ്റ്റ് എന്നും ക്ലാസിഫൈ ചെയ്യും. വേരിയബിൾ കോസ്റ്റിനെ നമ്മൾ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്, എത്ര ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഓരോ പ്രോഡക്റ്റും, അതിൻ്റെ ബേസിൽ അപ്പോഷൻ ചെയ്യും. ജോയിൻറ്റ് കോസ്റ്റിലുള്ള ഫിക്സഡ് കോസ്റ്റിന് നമ്മൾ കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഷൻ ചെയ്ത് കൊടുക്കും.
അതായത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗ് ആണ്. മാർജിനൽ കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ടോട്ടൽ ജോയിൻറ്റ് കോസ്റ്റ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യും. ജോയിൻറ്റ് കോസ്റ്റ് തന്നെ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ഉണ്ടാവും. അതിലെ ഫിക്സഡ് കോസ്റ്റിനെ കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ അലോക്കേറ്റ് ചെയ്യും, വേരിയബിൾ കോസ്റ്റിനെ ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസറിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് പറയാം, കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ് എന്ന് പറയാം. ഈ കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡ് എന്ന് പറയുന്നത് മാർജിനൽ കോസ്റ്റിംഗിലെ ടെക്നിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയില്ലേ, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. കോൺട്രിബ്യൂഷൻ മാർജിൻ മെത്തേഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, മാർജിനൽ കോസ്റ്റിംഗിൻ്റെ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അവിടെ നമ്മൾ ജോയിൻറ്റ് കോസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്യും. അതിലെ ഫിക്സഡ് പോർഷനെ കോൺട്രിബ്യൂഷൻ്റെ ബേസിൽ അലോക്കേറ്റ് ചെയ്യും. ദെൻ വേരിയബിൾ കോസ്റ്റ് ആർ അസൈൻഡ് ഓൺ ദി ബേസിസ് ഓഫ് ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ്ഡ്. ഓക്കെ, ദെൻ സെയിൽസ് വാല്യൂ മെത്തേഡ്. അപ്പോൾ സെയിൽസ് വാല്യൂ മെത്തേഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, സെയിൽസിൻ്റെ ബേസിൽ, സെയിൽസ് വാല്യൂവിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്പോർഷൻ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 2 പ്രോഡക്ട്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എയും ബിയും. എൻ്റെ 10 ലാക്കാണ് സെയിൽസ്, ബീൻ്റെത് 6 ലാക്കാണ്. അപ്പോൾ എന്തായിരിക്കും റേഷ്യോ എന്തായിരിക്കും വരിക, 10:6, അല്ലെങ്കിൽ ദാറ്റ്സ് ഈക്വൽ ടു 5:3 അല്ലേ. ഈ 5:3 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും എന്ത് ചെയ്യുക, ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യുക. അതായത് സെയിൽസ് വാല്യൂ എടുക്കും, എത്ര ജോയിൻറ്റ് പ്രോഡക്റ്റ് ഉണ്ടോ ആ ജോയിൻറ്റ് പ്രോഡക്റ്റിൻ്റെ സെയിൽസ് വാല്യൂ എടുക്കും. എന്നിട്ട് ആ സെയിൽസ് വാല്യൂവിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കും. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് പറയുന്നത് 10 ലാക്കും 6 ലാക്കും 2 ജോയിൻറ്റ് പ്രോഡക്ട്സ് ആണുള്ളത്, എയും ബിയും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ റേഷ്യോ വരുന്നത് 5:3 ആണ്. ആ 5:3 എന്ന റേഷ്യോ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ജോയിൻറ്റ് കോസ്റ്റിനെ അപ്പോർഷൻ ചെയ്യും. അതിന് നമുക്ക് എന്ത് പറയാം, സെയിൽസ് വാല്യൂ മെത്തേഡ് എന്ന് പറയാം. ദെൻ സെയിൽസ് പ്രൈസ് മെത്തേഡ്. അപ്പോൾ സെയിൽസ് പ്രൈസ് മെത്തേഡ് എന്തായിരിക്കും, സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റിൻ്റെ ബേസിൽ അപ്പോർഷൻ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെ പറയാം, എയും ബിയും സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 10 ആണ്, ബീൻ്റെ സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് 6 ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ അലോട്ട് ചെയ്യും, 10:6 എന്ന് പറയുന്ന ഈ ഒരു റേഷ്യോയിൽ നമ്മൾ എന്ത് ചെയ്യും, അലോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെയിൽസ് പ്രൈസ് മെത്തേഡ് എന്ന് പറയാം. ദെൻ നമ്മൾ പറയാൻ പോകുന്നത് നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡാണ്. ഇതിലെ ഈ 6th 7th മെത്തേഡായിട്ടുള്ള ഈ നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, ഇതിൻ്റെ പ്രോബ്ലം ചെയ്യും. ഓക്കെ, കാരണം ഇതാണ് ഈ ഒരു മെത്തേഡാണ് പ്രോബ്ലം ആയിട്ടൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത്, റയർ ആയിട്ടായാലും ചോദിച്ച് കണ്ടിട്ടുള്ളത് നെറ്റ് റിയലൈസബിൾ വാല്യൂ മെത്തേഡാണ്. ഇത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ഇത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മൾ അപ്പോർഷൻമെൻറ്റ് ഓഫ് ജോയിൻറ്റ് കോസ്റ്റിനെ പറ്റിയിട്ട് ലാസ്റ്റ് പറഞ്ഞു അല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്, the joint cost of joint products are apportioned on the basis of various method. First method is average unit cost method. In this method, the joint costs are allocated on the basis of average unit. The average unit means the total joint cost divided by number of unit produced. Then second method is physical unit method. In physical unit method, the joint costs are apportioned on the basis of physical unit. These physical unit may be kilogram, ton, weight, or meter, etc. Okay. Then next we discuss the survey method or weighted average method. Under this method, the products are weighted while considering number of factors like difficulty of producing a product, time required to produce a product, or selling price, volume. Then number of factors are considered and a weight is assigned, and on the basis of these weight the joint costs are apportioned. The next, contribution margin method. In contribution margin method, the marginal costing techniques are used to apportion the joint cost. Here the joint costs are classified into 2, fixed and variable costs. Then the variable costs are apportioned on the basis of quantity of product produced. Then fixed costs are apportioned on the basis of contribution. Then we discuss the sales value method. Under sales value method, the joint costs are apportioned on the basis of sales of each joint products. Then next, sales price method. Under sales price method, selling price per unit is used for apportioning the joint cost. Then that method is known as sales price method. Then finally, net realizable value method. And these method we are discussing in detail in next class. Okay, so that's all today. Thank you.